നമസ്കാരം, എല്ലാവർക്കും സിഒയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഏകദേശം 3 മാസത്തോളമായി നമ്മൾ നേരിൽ കണ്ടിട്ട് കൊറോണ ബാധയെ തുടർന്ന് ക്ലാസ്സുകളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് സോഷ്യൽ സ്റ്റഡീസ് ആണ്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിൽ മൊത്തം നിങ്ങൾക്ക് 21 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. 10 ചാപ്റ്ററുകൾ ജോഗ്രഫിയിലും 11 ചാപ്റ്ററുകൾ ഹിസ്റ്ററിയിലുമായിട്ട്. അപ്പോൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം. 9ാം ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചതിന് ശേഷം എക്സാം എഴുതാതെയാണ് 10ാം ക്ലാസ്സിലേക്ക് വരുന്നത്. കൊറോണ ബാധയെ തുടർന്ന് എക്സാം മാറ്റിവെച്ചു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൊറോണയോട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ ഒരു നന്ദി ഉണ്ടായിരിക്കണം. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് പരീക്ഷ എഴുതാതെ നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് വന്ന് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചു തുടങ്ങുകയാണ്. മൊത്തം 21 ചാപ്റ്ററുകൾ. ജോഗ്രഫിയിലെ 10 ചാപ്റ്ററുകൾ, ഹിസ്റ്ററിയിലെ 11 ചാപ്റ്ററുകളാണ് ഉള്ളത്. അതിൽ ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് ജോഗ്രഫിയിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്. വളരെ എളുപ്പമുള്ള ഒരു ചെറിയ ചാപ്റ്ററാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. പിന്നെ ക്ലാസ് തുടങ്ങുന്ന ഒരു കാര്യം, ഓൺലൈൻ ക്ലാസ്സുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടെന്നറിയാം. ഒരു റേഡിയോ പോലെയാണ്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കാനേ പറ്റൂ, തിരിച്ചൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാളുടെ സംശയങ്ങൾ കാണും. ആ സംശയങ്ങളെല്ലാം തന്നെ റെഗുലർ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് തീർക്കാം. ഇപ്പൊ തൽക്കാലം പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കുറിച്ചു വയ്ക്കുക. ഇതിനുശേഷം ക്ലാസ്സിന് ശേഷം ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരും, വാട്സപ്പായിട്ട് സെൻസാർ അയച്ചു തരും. അതും വായിച്ചു നോക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും അത് റെഗുലർ ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ വെച്ച് പരിഹരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. ചാപ്റ്ററിന്റെ പേര് കാറ്റിന്റെ ഉറവിടം തേടി, ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്. അപ്പോ ചാപ്റ്ററിന്റെ പേരിൽ തന്നെ തുടങ്ങാം. കാറ്റ്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ കേട്ട് പഴകിയ ഒരു വാക്കാണ് കാറ്റ്. എന്താണ് കാറ്റ്? വെറുതെ പുളിക്കസിയാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയുക. പറഞ്ഞു തുടങ്ങിക്കോളൂ. എന്താണ് കാറ്റ്? 8ലും 9ലും പഠിച്ചത് നമ്മൾ പഠിച്ചു. വായുവിന്റെ സഞ്ചാരം, അതിനെയാണ് നമ്മൾ കാറ്റ് എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആൻസർ 100% ശരിയായില്ല. കാരണം വായു പല രീതിയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇതിൽ വായുവിന്റെ ഏത് തരത്തിലുള്ള സഞ്ചാരത്തെയാണ് നമ്മൾ കാറ്റ് എന്ന് വിളിക്കുന്നത്? ഉത്തരം ലളിതമാണ്. വായു തിരശ്ചീനമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്, ലംബതലത്തിലും വായു സഞ്ചരിക്കുന്നുണ്ട്. ഇതിൽ തിരശ്ചീനമായിട്ടുള്ള വായുവിന്റെ സഞ്ചാരത്തെയാണ് നമ്മൾ പൊതുവെ കാറ്റ് എന്ന് വിളിക്കുന്നത്. വായു കൂടിയ പ്രദേശത്ത് നിന്ന് വായു കുറവുള്ള സ്ഥലത്തേക്ക് വായു തിരശ്ചീനമായിട്ട് സഞ്ചരിക്കുന്നു. ആ തിരശ്ചീനമായിട്ടുള്ള വായുവിന്റെ സഞ്ചാരം, അതിനെ വിളിക്കുന്ന പേരാണ് കാറ്റ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഈസ് കാൾഡ് വിൻഡ്. അപ്പൊ അടുത്തൊരു ചോദ്യം വരും, ലംബതലത്തിലുള്ള വായുവിന്റെ സഞ്ചാരം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായു എന്ന് പറയുന്നത് വായു തന്മാത്രകൾ ഏകദേശം മനുഷ്യരുടെ സ്വഭാവമാണ് വായു തന്മാത്രകളുള്ളത്. വായു തന്മാത്രകൾ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന വായു തന്മാത്രകൾ അങ്ങോട്ട് വികസിക്കുമ്പോൾ അവയുടെ സാന്ദ്രത കുറയ്ക്കും, അവ നേരെ മുകളിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ലംബതലത്തിലുള്ള വായുവിന്റെ സഞ്ചാരത്തെ വിളിക്കുന്ന പേര് പ്രവാഹം, വായു പ്രവാഹം. ഇംഗ്ലീഷിലാണെങ്കിൽ എയർ കറണ്ട് എന്ന് പറയും. അപ്പോ എന്താണ് കാറ്റ് എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് ഇങ്ങനെ തന്നെ പറയണം. തിരശ്ചീന തലത്തിലുള്ള വായു കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുറച്ച പ്രദേശങ്ങളിലേക്ക് തിരശ്ചീനമായിട്ട് വായു സഞ്ചരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കാറ്റ്. ദ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഈസ് കാൾഡ് വിൻഡ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് അന്തരീക്ഷത്തിലേക്കാണ്. കാറ്റ് എന്ന് പറയുന്ന പ്രതിഭാസം നടക്കുന്ന അന്തരീക്ഷത്തിലാണ്. അപ്പൊ അന്തരീക്ഷത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണം. അന്തരീക്ഷത്തെ പറ്റി പഠിച്ചു കഴിഞ്ഞതാണ്. ഭൂമിയെ ആഗമനം ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന വാതക പാളിയെ വിളിക്കുന്ന പേരാണ് അന്തരീക്ഷം. ദ എയർ സറൗണ്ടഡ് ബൈ ദ എർത്ത് ഈസ് കാൾഡ് അറ്റ്മോസ്ഫിയർ. ഇനി അന്തരീക്ഷത്തിലെ ഘടകങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണുള്ളത്. അന്തരീക്ഷത്തിലെ പലതരത്തിലുള്ള വാതകങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ പൊടിപടലങ്ങളുണ്ട്, ഒപ്പം നീരാവിയുണ്ട്. 3 ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ചോദിച്ചു കഴിഞ്ഞാൽ 3 ഘടകങ്ങളാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ് ഉണ്ട്. രണ്ടാമത്തത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. മൂന്നാമത്തത് ഹ്യൂമിഡിറ്റി ഉണ്ട്, അല്ലെ? ഇനി ഏറ്റവും കൂടുതലുള്ള വാതകം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നൈട്രജൻ ആണ്. നൈട്രജനെ കൂടാതെ ഓക്സിജൻ, കാർബൺ തുടങ്ങിയ അനേകം വാതകങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അവയുടെ പ്രയോജനങ്ങളെല്ലാം നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും എല്ലാം പഠിച്ചത്. രണ്ടാമത് അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉള്ളത് പൊടിപടലങ്ങളാണ്. പൊടിപടലങ്ങളെ നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കും. പല മാർഗത്തിൽ കൂടിയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തപ്പെടുന്നത്. കാറ്റിൽ കൂടി പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓൾക്കാനിക് എറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനപരമായിട്ട്, അതോടൊപ്പം തന്നെ ഉൽക്കകൾ കത്തുന്നതിന്റെ പരമായിട്ട് പല രീതിയിൽ അന്തരീക്ഷത്തിലേക്ക് പൊടിപടലങ്ങൾ എത്തുന്നുണ്ട്. അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു ഓമന പേരുണ്ട്. അറിയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. വിളിക്കുന്ന പേര് ഘനീകരണ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലി എന്നാണ്. അന്തരീക്ഷത്തിലുള്ള നേർത്ത മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്നു. അതിന്റെ കാരണം അറിയാം. എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഘനീകരണ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലി എന്ന് വിളിക്കുന്നത്? ഉത്തരം സിമ്പിളാണ്. നമുക്കറിയാം, കടലിലും മറ്റുള്ള ചില സൂര്യപ്രകാശം ഏകുമ്പോൾ നീരാവിയായിട്ട് മാറുന്നു. ഈ നീരാവി നേരെ അന്തരീക്ഷത്തിലേക്ക് എത്തും. അന്തരീക്ഷത്തിലെത്തുന്ന ഈ നീരാവി നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ചെറിയ പൊടിപടലങ്ങളിൽ പറ്റിപ്പിടിച്ചാണ് ഘനീകരണ പ്രക്രിയയ്ക്ക് വിധേയമായി
ജലത്തുള്ളികളായിട്ട് മാറുന്നത്. ആ ജലത്തുള്ളികളുടെ കൂട്ടത്തെയാണ് നമ്മൾ മേഘം എന്ന് വിളിക്കുന്നത്. മേഘത്തിൽ വീണ്ടും ഘനീകരണ പ്രക്രിയ നടക്കുമ്പോഴാണ് അതിലുള്ള ജലത്തുള്ളികളുടെ വലുപ്പം കൂടുകയും അത് മഴയായിട്ട് താഴേക്ക് പെയ്യുകയും ചെയ്യുന്നത്. അപ്പോ ഘനീകരണ പ്രക്രിയയെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ടാണ് അന്തരീക്ഷത്തിലുള്ള സൂക്ഷ്മ തുള്ളികളെ നമ്മൾ വിളിക്കുന്നു ഘനീകരണ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലി എന്ന് വിളിക്കുന്നു. പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അന്തരീക്ഷത്തിലുള്ള ചെറിയ പൊട്ടിപ്പടലങ്ങളെ സൂക്ഷ്മ തുള്ളികളെ വിളിക്കുന്ന മറ്റൊരു പേര് ഘനീകരണ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലി. കാരണം ചോദിച്ചാൽ പറയും ഘനീകരണ പ്രക്രിയയെ സഹായിക്കുന്നത് കൊണ്ട്, കണ്ടൻസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ സഹായിക്കുന്നത് കൊണ്ടാണ് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ ഘനീകരണ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലി എന്ന് വിളിക്കുന്നത്. പൊടിപടലങ്ങളെ കൂടാതെ അടുത്തതായി അന്തരീക്ഷത്തിലുള്ള മൂന്നാമത്തെ ഘടകമാണ് ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത. എന്താണ് ആർദ്രത എന്ന് വെച്ചാൽ അറിയാം. അന്തരീക്ഷത്തിലുള്ള ജലാംശത്തിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ആർദ്രത. ഇംഗ്ലീഷിലാണ് വിളിക്കുക ഹ്യൂമിഡിറ്റി. വാട്ടർ കണ്ടന്റ് പ്രസന്റ് ഇൻ അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് കാൾഡ് ഹ്യൂമിഡിറ്റി. ഇത് പഠിച്ചത്. അപ്പോ എന്താണ് അന്തരീക്ഷം? അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെ? അന്തരീക്ഷം എന്ന് വെച്ചാൽ ഭൂമിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന വാതകപാളിയെ വിളിക്കുന്ന പേരാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണുള്ളത്. അന്തരീക്ഷത്തിൽ ധാരാളം വാതകങ്ങളുണ്ട്, പൊടിപടലങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നീരാവിയുമുണ്ട്. അവയുടെ പ്രയോജനങ്ങൾ ഇതെല്ലാം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് എന്താണ് അന്തരീക്ഷ മർദ്ദം. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ആദ്യം പഠിക്കേണ്ടത്. അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫറിക് പ്രഷർ. വാട്ട് ഈസ് അറ്റ്മോസ്ഫറിക് പ്രഷർ അല്ലെങ്കിൽ എന്താണ് അന്തരീക്ഷ മർദ്ദം? അവിടെ തൊട്ടാണ് നമുക്ക് തുടങ്ങേണ്ടത്. അപ്പൊ അന്തരീക്ഷം എന്താണെന്ന് നമുക്കറിയാം, പ്രഷർ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രഷർ അല്ലെ. ഒരു വസ്തു ചെലുത്തുന്ന ഭാരം, അതാണ് അതിന്റെ പ്രഷർ എന്ന് പറയുന്നത്. നമ്മളിപ്പോ തലയിൽ ഒരു കുട്ട എടുത്ത് വെച്ച് അതിനകത്ത് കുറച്ച് തേങ്ങയോ അല്ലെങ്കിൽ അല്ലോ മണ്ണോ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ ഭാരം നമ്മുടെ തലയിൽ അനുഭവപ്പെടും അല്ലെ. അപ്പൊ ആ വസ്തു നമ്മുടെ തലയിൽ ചെലുത്തുന്ന ആ ഭാരം, അതിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ. അപ്പൊ എന്താണ് അറ്റ്മോസ്ഫറിക് പ്രഷർ? അന്തരീക്ഷം നമ്മുടെ ഭൂമിയുടെ മുകളിൽ ഒരു ഭാരം ചെലുത്തുന്നുണ്ട്. അന്തരീക്ഷത്തിൽ വാതകങ്ങളുണ്ട്, അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളുണ്ട്, അന്തരീക്ഷത്തിൽ നീരാവിയുണ്ട്, ഇവയെല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം ഉള്ള നമ്മുടെ അന്തരീക്ഷം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു ഭാരം ചെലുത്തുന്നുണ്ട്. അന്തരീക്ഷം ഭൂമിയുടെ ഉപരിതലത്തിൽ ചെലുത്തുന്ന ഭാരം, ആ ഭാരത്തെ വിളിക്കുന്ന പേരാണ് അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫറിക് പ്രഷർ. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ്, എന്താണ് അന്തരീക്ഷ മർദ്ദം? അറ്റ്മോസ്ഫറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം. അവ സിമ്പിൾ ആയിട്ട് പഠിച്ചു വയ്ക്കും. അന്തരീക്ഷം, ഭൂമിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന അന്തരീക്ഷം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ചെലുത്തുന്ന ഭാരത്തെ വിളിക്കുന്ന പേരാണ് അന്തരീക്ഷം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പറയും the weight exerted by atmosphere on the surface of the earth is called atmospheric pressure. ഭൂമിയെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്ന നമ്മുടെ അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ നമ്മുടെ എർത്തിന്റെ സർഫസിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ എക്സർട്ട് ചെയ്യുന്ന ചെലുത്തുന്ന ഭാരം, ആ ഭാരത്തെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വയ്ക്കും, എന്താണ് അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫറിക് പ്രഷർ? മലയാളം മീഡിയംകാരാണെങ്കിൽ ഇങ്ങനെ പഠിച്ചു വയ്ക്കും, അന്തരീക്ഷം ഭൂമിയുടെ ഉപരിതലത്തിൽ ചെലുത്തുന്ന ഭാരത്തെ വിളിക്കുന്ന പേരാണ് അന്തരീക്ഷ മർദ്ദം. ഇംഗ്ലീഷ് മീഡിയംകാരെ ഇങ്ങനെ പറയും, the weight exerted by atmosphere on the surface of the earth is called atmospheric pressure. ഭൂമിയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷം ചെലുത്തുന്ന ഭാരത്തെ വിളിക്കുന്ന പേരാണ് അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ. ഇനി ഇത് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷം ചെലുത്തുന്ന ഭാരം അറ്റ്മോസ്ഫറിക് പ്രഷർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ബാരോമീറ്റർ എന്ന് പറയുന്ന ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ടോറസെല്ലി എന്ന് പറയുന്ന വ്യക്തി കണ്ടുപിടിച്ച ഉപകരണമാണ് ബാരോമീറ്റർ. രസ ബാരോമീറ്റർ, മെർക്കുറി നിറച്ച ബാരോമീറ്റർ ആണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ബാരോമീറ്റർ എന്ന് പറയുന്ന രസ ബാരോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണയായി അന്തരീക്ഷ മർദ്ദം അളക്കുന്നത്. അപ്പൊ രണ്ടാമത് ഓർമ്മിച്ചു വെച്ചിട്ടുള്ള കാര്യം, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ആൻസർ പറയും മെർക്കുറി ബാരോമീറ്റർ അഥവാ രസ ബാരോമീറ്റർ. ഇതിന് പുറമെ നമ്മൾ അനലോയിഡ് ബാരോമീറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ പഠിച്ചു വെക്കുക, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ബാരോമീറ്റർ. മൂന്നാമത് ഓർമ്മിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് അല്ലെ. നമ്മളിപ്പോ ദൂരമൊക്കെ അളക്കാൻ കിലോമീറ്റർ ഉപയോഗിക്കാറുണ്ട്, ഭാരമൊക്കെ അളക്കാനാണെങ്കിൽ കിലോഗ്രാം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? അപ്പൊ യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഹെക്ടോ പാസ്കൽ ആണ്,
PA ഹെക്ടോ പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മില്ലി ബാർ, ഈ രണ്ട് യൂണിറ്റുകളാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് ഹെക്ടോ പാസ്കൽ, H സ്മാൾ ലെറ്റർ ആണ്, P ക്യാപിറ്റൽ ലെറ്റർ ആണ്, A സ്മാൾ ലെറ്റർ ആണ്. ഹെക്ടോ പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മില്ലി ബാർ അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തത് എന്താണ് അന്തരീക്ഷ മർദ്ദം, രണ്ടാമത്തത് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം, മൂന്നാമത്തത് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. മറക്കരുത്, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ബാരോമീറ്റർ, ബാരോമീറ്റർ. അതിനകത്ത് ഉപയോഗിക്കുന്ന ഏകങ്ങൾ ചോദിച്ചാൽ പറയും ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ മില്ലി ബാർ എന്നീ യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അന്തരീക്ഷം ഭൂമിയുടെ മുകളിൽ ചെലുത്തുന്ന ഭാരം, അന്തരീക്ഷ മർദ്ദം നമ്മൾ അളക്കുന്നത്. ഓക്കെ, അടുത്ത ഓർമ്മിച്ചു വെക്കേണ്ട കാര്യം, സാധാരണ ഒരു സീ ലെവലിൽ സമുദ്രനിരപ്പിലുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുപോയി നമ്മുടെ രസ ബാരോമീറ്റർ വയ്ക്കുകയാണ് എങ്കിൽ അതിനകത്ത് രസനിരപ്പ്, രസം എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദം മാറ്റം വരുന്നതിനനുസരിച്ച് രസത്തിന്റെ നിരപ്പിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് രസം നിറച്ചിരിക്കുകയാണ്, ആ രസത്തിന്റെ നിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യും. അപ്പൊ സാധാരണഗതിയിൽ സമുദ്രനിരപ്പിലുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുപോയി നമ്മുടെ രസം നിറച്ചിരിക്കുന്ന ബാരോമീറ്റർ, രസ ബാരോമീറ്റർ വയ്ക്കുകയാണ് എങ്കിൽ അതിനകത്ത് കാണിക്കുന്ന അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ ആയിരിക്കും. ഒരു രസ ബാരോമീറ്ററിനകത്ത് സാധാരണഗതിയിൽ സമുദ്രനിരപ്പിലുള്ള ഒരു പ്രദേശത്ത് വയ്ക്കുകയാണെങ്കിൽ കാണിക്കുന്ന അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ. ഇതിനെ നമുക്ക് മാറ്റണം, സെന്റിമീറ്ററിലല്ല നമ്മൾ അന്തരീക്ഷ മർദ്ദം പറയുന്നത്, നമ്മുടെ ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ മില്ലി ബാറിലാണ് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ മില്ലി ബാറിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇത്രയും വരും, 1013.2 HPA അല്ലെങ്കിൽ മില്ലി ബാറാണ് സാധാരണ സമുദ്രനിരപ്പിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യം ഓർമ്മിച്ചു വെച്ചിരിക്കണം. സമുദ്രനിരപ്പിലുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുപോയി നമ്മുടെ ബാരോമീറ്റർ വെച്ച് ആ പ്രദേശത്തെ അന്തരീക്ഷ മർദ്ദം അളക്കുകയാണ് എങ്കിൽ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് രസ ബാരോമീറ്ററിലാണെങ്കിൽ 76 സെന്റിമീറ്റർ എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് നമ്മൾ മില്ലി ബാറിനോ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കലിലേക്ക് മാറ്റുമ്പോൾ ഇത്രയും കിട്ടും, 1013.2 HPA അല്ലെങ്കിൽ മില്ലി ബാറാണ് സാധാരണ സമുദ്രനിരപ്പിലുള്ള ഒരു പ്രദേശത്തെ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ഇത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. ശരാശരി ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും 1013.2 HPA അല്ലെങ്കിൽ മില്ലി ബാർ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യത്തിനകത്ത് വരുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, കൂടെ പഠിച്ചു വെക്കുക. എന്താണ് അന്തരീക്ഷ മർദ്ദം, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര്, അതിനകത്ത് ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്, അതോടൊപ്പം തന്നെ സാധാരണ നിലയിൽ ഒരു സമുദ്രനിരപ്പിലുള്ള പ്രദേശത്തെ അന്തരീക്ഷ മർദ്ദം എത്രയാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയുക. ആദ്യം പറയുന്നത് എന്താണ് അന്തരീക്ഷ മർദ്ദം, ആലോചിച്ച് പറയണം. അന്തരീക്ഷം ഭൂമിയുടെ ഉപരിതലത്തിൽ ചെലുത്തുന്ന ഭാരം, അതാണ് അന്തരീക്ഷ മർദ്ദം. ഇംഗ്ലീഷ് മീഡിയംകാർ പറയുമ്പോഴത്തേക്ക് the weight exerted by atmosphere on the surface of the earth is called the atmospheric pressure. ഓക്കെ, രണ്ടാമത് ഈ ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, അന്തരീക്ഷം നമ്മുടെ ഭൂമിയിൽ ചെലുത്തുന്ന ഭാരം എത്രയാണ് എന്ന് ത്രാസ് ഉപയോഗിച്ചൊന്നും അളക്കാൻ പറ്റത്തില്ല. അത് അളക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപകരണത്തെ വിളിക്കുന്ന പേര് ബാരോമീറ്റർ. കണ്ടുപിടിച്ച ആളിന്റെ പേര് ഓർമ്മിച്ച് വെച്ചുകൊണ്ട് ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ടോറസെല്ലിയാണ് 1600 കാലഘട്ടത്തിൽ ബാരോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം കണ്ടുപിടിക്കുന്നത്. രസ ബാരോമീറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. അനറോയിഡ് ബാരോമീറ്ററുകളെല്ലാം തന്നെ ഇപ്പോൾ അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത് ഓർമ്മിക്കേണ്ട കാര്യം, അന്തരീക്ഷ മർദ്ദം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്. അപ്പൊ 2 യൂണിറ്റുകളിലാണ് അന്തരീക്ഷ മർദ്ദം പറയുന്നത്. ഒന്ന് ഹെക്ടോ പാസ്കലിൽ പറയുന്നുണ്ട്, ഒപ്പം മില്ലി ബാർ എന്ന് പറയുന്ന ഏകകം ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷ മർദ്ദം പറയുന്നുണ്ട്. മൂന്നാമത് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം, സാധാരണ സമുദ്രനിരപ്പിലുള്ള ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം എത്രയാണ്. അത് രസ ബാരോമീറ്ററിലാണെങ്കിൽ 76 സെന്റിമീറ്റർ ആയിരിക്കും കാണിക്കുന്നത്. അതിനെ നമ്മൾ മില്ലി ബാറിലോട്ട് ഹെക്ടോ പാസ്കലിലോട്ട് മാറ്റുകയാണെങ്കിൽ 1013.2 HPA ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ മില്ലി ബാറാണ് സാധാരണഗതിയിൽ ഒരു പ്രദേശത്ത് സമുദ്രനിരപ്പിലുള്ള ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം. ഇത്രയാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. അന്തരീക്ഷ മർദ്ദമായി നമ്മൾ പഠിക്കുന്നത് ഭൂമിയിൽ എല്ലായിടത്തും അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം ഒരുപോലെയാണോ അല്ലെങ്കിൽ. നമ്മുടെ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച താപത്തിന്റെ കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഭൂമിയിൽ എല്ലായിടത്തും അനുഭവപ്പെടുന്ന ചൂടിന്റെ അളവ് ഒരുപോലെയല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമധ്യരേഖ പ്രദേശത്താണെങ്കിൽ ചൂട് കൂടുതലായിരിക്കും. സൂര്യരശ്മികൾ ലംബമായിട്ട് വെർട്ടിക്കലായിട്ട് വന്ന് പതിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ പ്രദേശം. അതുകൊണ്ട് അവിടെ ചൂട് കൂടുതലാണ്. എന്നാൽ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് തെക്കോട്ട് ധ്രുവങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് സൂര്യരശ്മികളുടെ പതന കോണിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലൊക്കെ ചരിവ് കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സൂര്യരശ്മികൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ അതിനകത്തുള്ള ചൂടിന്റെ അളവ് കുറയും. ധ്രുവ പ്രദേശത്ത് ലഭിക്കുന്ന ചൂടിന്റെ അളവ് വളരെ കുറവാണ്.
കുറവാണ് നമ്മൾ പഠിച്ചു. അതുപോലെ ഭൂമിയിൽ എല്ലായിടത്തും അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം ഒരുപോലെയാണോ അല്ലയോ? ഇതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കേണ്ടത് അല്ലെ. അപ്പോൾ ഓർമ്മിച്ചു വെച്ചാൽ അന്തരീക്ഷ മർദ്ദം ഒരുപോലെയല്ല, എല്ലായിടത്തും ഒരിക്കലും അന്തരീക്ഷ മർദ്ദം ഒരുപോലെ ആയിരിക്കത്തില്ല. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കുന്നത്. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത്. ഒന്നാമത്തത് ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം, രണ്ടാമത്തത് ടെമ്പറേച്ചർ അഥവാ താപം അല്ലെ. 2 ഘടകങ്ങളായി എഴുതിയിട്ട് തരാം. ഈ പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നു ആൾട്ടിറ്റ്യൂഡ് അഥവാ മലയാളത്തില് ഉയരം എന്ന് പറയും. രണ്ടാമത്തത് ടെമ്പറേച്ചർ താപം. മൂന്നാമത് പറയുന്നു ഹ്യൂമിഡിറ്റി, മലയാളത്തില് 3 ഘടകങ്ങളാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത്. ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ചോദിച്ചു കഴിഞ്ഞാൽ 3 പറയും. ഓൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഉയരം, താപം 6. ഇനി ഇവ ഓരോന്നും എങ്ങനെ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നു എന്നാണ് പഠിക്കണം. അതിൽ ഒന്നാമത്തെ ഘടകം എടുക്കണം. ഒന്നാമത്തെ ഘടകത്തെ വിളിക്കുന്ന പേര് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ദേഹത്തിലോട്ട് പോകുന്നു. അന്തരീക്ഷ മർദ്ദം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അന്തരീക്ഷം ചെലുത്തുന്ന ഭാരം, അതാണ് അന്തരീക്ഷ മർദ്ദം. അപ്പോൾ അവിടെ ഓർമ്മിച്ചു വെക്കേണ്ട കാര്യം, അന്തരീക്ഷത്തിൽ വായുവിന്റെ അളവ് കൂടുതലാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് ആ പ്രദേശത്ത് അനുഭവപ്പെടുന്ന മർദ്ദവും എന്തായിരിക്കും? കൂടുതലായിരിക്കും. വായുവിന്റെ അളവ് കുറവാണ് എങ്കിൽ, വായു തന്മാത്രകളുടെ അളവ് കുറവാണ് എങ്കിൽ ആ പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദവും കുറവായിരിക്കും. അപ്പൊ എവിടെ വായുവിന്റെ അളവ് കൂടുതലാണോ അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം കൂടുതലായിരിക്കും. വായുവിന്റെ അളവ് കുറവാണെങ്കിൽ വായു ചെലുത്തുന്ന ഭാരവും അന്തരീക്ഷ മർദ്ദവും എന്തായിരിക്കും? കുറവ് ആയിരിക്കും. ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച്, എർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദത്തിൽ എന്ത് മാറ്റം ഉണ്ടാകാം നമുക്കറിയാം. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകങ്ങളാണ് നൈട്രജനും ഓക്സിജനും ഒക്കെ. ഇവയുടെ തന്മാത്രകളുടെ ഭാരം കൂടുതലായതുകൊണ്ട് തന്നെ ഇവ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെ തട്ട് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നാണ് ഈ വാതകങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് വായുവിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. വായുവിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് വായു ചെലുത്തുന്ന ഭാരവും കുറയും, അന്തരീക്ഷ മർദ്ദവും കുറയും. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? പഠിച്ചു വയ്ക്കുക. ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് വായുവിന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ അനുഭവപ്പെടുന്ന ഭാരം, വായുവിന്റെ ഭാരം, അന്തരീക്ഷ മർദ്ദം കൂടുതലായിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് വായുവിന്റെ അളവ് കുറയുന്നത് കൊണ്ട് വായു ചെലുത്തുന്ന ഭാരവും കുറവായിരിക്കും, അന്തരീക്ഷ മർദ്ദവും കുറവായിരിക്കും. അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച്, ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ചോദിച്ചാൽ പറയും, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും വായുവിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. വായു എവിടെയാണോ കൂടുതലായിട്ടുള്ളത് ആ പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലായിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന വായുവിന്റെ അളവ് കൂടുതലായതുകൊണ്ട് അവിടെ അന്തരീക്ഷ മർദ്ദം കൂടുതലാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് വായുവിന്റെ അളവ് കുറയുന്നത് കൊണ്ട്, വായു റെയറായി വരുന്നത് കൊണ്ട് അവിടെ അന്തരീക്ഷ മർദ്ദവും കുറവ് ആയിരിക്കും. അപ്പൊ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച്, ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ചോദിച്ചാൽ പറയും, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും വായുവിന്റെ അളവ് കുറയുന്നു. വായുവിന്റെ അളവ് കുറയുന്നത് കൊണ്ട് വായു ചെലുത്തുന്ന ഭാരവും കുറയുന്നു. വായു ചെലുത്തുന്ന ഭാരത്തെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുന്നു. കാരണം ചോദിച്ചാൽ വായുവിന്റെ അളവ് കുറയുന്നതുകൊണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റയറിഫിക്കേഷൻ ഓഫ് എയർ. ഉയരം കൂടുന്നതിനനുസരിച്ച് എയർ, വായു എന്ന് പറയുന്നത് റയർ ആയിക്കൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. ഇനി ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുന്നത് ഒരു റേറ്റിലാണ്. ആ റേറ്റ് എന്ന് പറയുന്നത് ഇതാണ്: ഓരോ 10 മീറ്റർ ഉയരം കൂടുമ്പോഴും, എർത്തിന്റെ സർഫസിൽ നിന്ന് ഓരോ 10 മീറ്റർ ഉയരം കൂടുന്നതിനനുസരിച്ച് 1 ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ മില്ലി ബാർ വീതമാണ് അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. ഇതുപോലൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. താപത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്രമമായിട്ടുള്ള താപ നഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ അന്തരീക്ഷ മർദ്ദം ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുന്നു. ആ കുറയുന്ന നിരക്ക്, റേറ്റാണ് പറയുന്നത്. ഓരോ 10 മീറ്റർ ഉയരം കൂടുമ്പോഴും, എർത്തിന്റെ സർഫസിൽ നിന്ന് ഓരോ 10 മീറ്റർ ഉയരം കൂടുന്നതിനനുസരിച്ച് 1 ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ 1 മില്ലി ബാർ വീതമാണ് അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. ഓർമ്മിച്ചു വെച്ചുകൊള്ളാം. അപ്പൊ ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ചോദിച്ചാൽ പറയും, ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിന്റെ അളവ് കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ടാണ് അന്തരീക്ഷ മർദ്ദവും കുറയുന്നത്. ഇനി ഉയരം കൂടുന്നതിനനുസരിച്ച്
അന്തരീക്ഷമർദ്ദം കുറയുന്ന നിരക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയും ഓരോ 10 മീറ്റർ ഉയരം കൂടുന്നതിനനുസരിച്ച് 1 മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ വീതമാണ് അന്തരീക്ഷമർദ്ദം കുറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഇങ്ങനെ ചോദിക്കുന്നു, ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു, കാരണം എഴുതി വയ്ക്കും. ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിന്റെ അളവ് കുറയുന്നത് കൊണ്ട്, റെയറിഫിക്കേഷൻ ഓഫ് എയർ ഉള്ളത് കൊണ്ടാണ് അന്തരീക്ഷമർദ്ദം കുറയുന്നത്. ഇനി അതിന്റെ നിരക്ക് ചോദിച്ചാൽ പറയണം ഓരോ 10 മീറ്റർ ഉയരം കൂടുമ്പോഴും 1 മില്ലി ബാർ വീതമാണ് അന്തരീക്ഷമർദ്ദം കുറയുന്നത്. രണ്ടാമത്തെ ഫാക്ടറിലേക്ക് പോകുന്നു. അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വായു ചൂടും തമ്മിലുള്ള ബന്ധം അല്ലെ. ചൂട് കൂടുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു മനുഷ്യരെ പോലെയാണ് മാദക തന്മാത്രകൾ. ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യർക്ക് അടുത്തടുത്തിരിക്കുന്ന ഇഷ്ടമല്ല, നമ്മൾ അകന്നാണ് പോകുന്നത്. അതുപോലെയാണ് മാദക തന്മാത്രകൾ. വായു ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മോളിക്യൂൾസ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും, വികസിക്കാൻ തുടങ്ങും. വികസിക്കുമ്പോൾ അതിന്റെ സാന്ദ്രത കുറയുകയും വായു നേരെ മുകളിലേക്ക് പോവുകയും ചെയ്യും. നമ്മുടെ 8ലും 9ലും എല്ലാം പഠിച്ചതാണ്. വാതക തന്മാത്രകൾ അല്ലെങ്കിൽ വായു ചൂട് പിടിക്കുമ്പോൾ അത് വികസിക്കും. വികസിക്കുമ്പോൾ സാന്ദ്രത കുറഞ്ഞ് വായു നേരെ മുകളിലോട്ട് പോകും. ഹീറ്റഡ് എയർ എക്സ്പാൻഡ്. വായു ചൂട് പിടിക്കുമ്പോൾ അത് എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡെൻസിറ്റി ലെസ് ആവും. ഡെൻസിറ്റി ലെസ് ആവുമ്പോൾ ഇത് റൈസ് അപ്പ് അല്ലെങ്കിൽ അസെന്റ് നേരെ ഇങ്ങോട്ട് പോകും, മുകളിലേക്ക് പോകും. അപ്പൊ പറഞ്ഞ താപവും അന്തരീക്ഷമർദ്ദവും തമ്മിലുള്ള ബന്ധം. ഒരു പ്രദേശത്ത് നല്ല ചൂട് അനുഭവപ്പെടുന്നു. ചൂട് അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള വായുവുമായിട്ട് ചൂട് പിടിക്കും. ചൂട് പിടിക്കുമ്പോൾ അടുത്തടുത്തിരിക്കുന്ന വാതക തന്മാത്രകളെല്ലാം കണ്ട് വികസിക്കുമ്പോൾ അതിന്റെ സാന്ദ്രത കുറയും. സാന്ദ്രത കുറയുമ്പോൾ വായു നേരെ ഇങ്ങോട്ട് പോകും, മുകളിലേക്ക് പോകും. അപ്പൊ ആ പ്രദേശത്തുള്ള വായു മുഴുവൻ ചൂട് പിടിച്ച് വികസിച്ച് സാന്ദ്രത കുറഞ്ഞ് മുകളിലോട്ട് പോയി. ഇപ്പൊ അവിടെ വായുവിന്റെ അളവ് കുറവാണ്. വായുവിന്റെ അളവ് കുറവാകുമ്പോൾ അന്തരീക്ഷമർദ്ദവും കുറയും. അപ്പൊ ചൂട് കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കൂടുമോ കുറയുമോ എന്ന് ചോദിച്ചാൽ പറയും ചൂട് കൂടുന്നതിനനുസരിച്ച് താപം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ ഘടകം അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് ടെമ്പറേച്ചർ അഥവാ താപം. ചൂട് കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുകയാണ്. കാരണം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതി വെക്കും. വായു ചൂട് പിടിച്ചു കഴിഞ്ഞാൽ വാതക തന്മാത്രകൾ വികസിച്ച് സാന്ദ്രത കുറഞ്ഞ മുകളിലേക്ക് വരും. ഒരു പ്രദേശത്തുള്ള വായു മുഴുവൻ ചൂട് പിടിച്ച് വികസിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വായുവിന്റെ അളവ് കുറവാണ്. വായുവിന്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദവും എന്തായിരിക്കും? കുറവ് ആയിരിക്കും. അപ്പൊ ചൂട് കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയും. ഇപ്പൊ പറയുന്നു ചൂട് കൂടുന്നതിനനുസരിച്ചും അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. രണ്ട് ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടർ പറയുന്നു ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത. അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകമാണ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത. എന്താണ് ഹ്യൂമിഡിറ്റി? എന്താണ് ആർദ്രത? പറയും അന്തരീക്ഷവായുവിലുള്ള ജലാംശത്തിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അല്ലെ. ദ വാട്ടർ കണ്ടന്റ് പ്രസന്റ് ഇൻ അറ്റ്മോസ്ഫിയറിക് എയർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഈസ് കാൾഡ് ഹ്യൂമിഡിറ്റി. ഇനി ഹ്യൂമിഡിറ്റിയും അന്തരീക്ഷമർദ്ദവും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ മറ്റേ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വായുവിനാണോ ഭാരം കൂടുതൽ അതോ നീരാവിക്കാണോ ഭാരം കൂടുതൽ? ചിലർക്കെങ്കിലും ഒക്കെ ഓർമ്മ കാണും. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ വെച്ച് ചോദിച്ചിട്ടൊരു ചോദ്യമാണ്, വായുവിനാണോ ഭാരം കൂടുതൽ നീരാവിക്കാണോ ഭാരം കൂടുതൽ? ഉത്തരം നമ്മൾ എന്നും ജീവിതത്തിൽ കാണുന്ന കാര്യമാണ്. നമ്മൾ ആ പാത്രത്തിലൊക്കെ വെള്ളം എടുത്ത് വെച്ചാണ് ചൂടാകുമ്പോൾ ആ ജലം അടുത്ത് വെച്ച് 100 ഡിഗ്രി ആകുമ്പോൾ വേപ്പറായിട്ട് മാറും, നീരാവിയായിട്ട് മാറും. എന്നിട്ട് ഈ നീരാവി താഴോട്ടല്ല പോകുന്നത്, പാത്രത്തിന്റെ നേരെ മുകളിലോട്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ വായുവിനാണോ ഭാരം കൂടുതൽ നീരാവിക്കാണോ ഭാരം കൂടുതൽ? വായുവിനേക്കാൾ നീരാവിക്ക് ഭാരം കൂടുതലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ നീരാവി മുകളിലോട്ട് പോകത്തില്ലായിരുന്നു. അപ്പൊ വായുവിനേക്കാൾ ഭാരം കുറവായത് കൊണ്ടാണ് ഈ നീരാവി മുകളിലേക്ക് പോകുന്നത്. അപ്പൊ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ്. വായുവിനെ അപേക്ഷിച്ച് നീരാവി എന്ന് പറയുന്ന ലൈറ്ററാണ്, വളരെ ഭാരം കുറഞ്ഞതാണ്. മറക്കരുത്, തിരിഞ്ഞു പോകരുത്. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വായുവിനാണ് ഭാരം കൂടുതൽ, നീരാവിക്ക് വായുവിന് ഭാരം കുറവ്, നീരാവിക്ക് ഭാരം കൂടുതലാണെന്ന് തോന്നുന്നു. തിരിഞ്ഞു പോകരുത്. വായുവിനെ അപേക്ഷിച്ച് എപ്പോഴും നീരാവിക്ക് എന്താണ്? ഭാരം കുറവാണ്. അപ്പൊ നമുക്ക് നോക്കാം. നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് സമുദ്രത്തിലെ ജലം ധാരാളമായിട്ട് അങ്ങോട്ട് വേപ്പറായിട്ട് മാറും, നീരാവിയായിട്ട് മാറും. ഈ നീരാവി എന്ന് പറഞ്ഞ വായുവിനേക്കാൾ ഭാരം കൂടുതലായതുകൊണ്ട് നീരാവി നേരെ മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോകുന്ന നീരാവി ആ പ്രദേശത്തുള്ള വായുവിനെ എന്ത് ചെയ്യുന്നു? തള്ളി മാറ്റിക്കൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ അവിടെയുള്ള അടുത്തടുത്തിരിക്കുന്ന വാതക തന്മാത്രകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? തള്ളി മാറ്റിയാണ് ഈ നീരാവി മുകളിലേക്ക് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെയുള്ള വാതക തന്മാത്രകളുടെ അളവ് കുറയുകയും ആ പ്രദേശത്തെ അന്തരീക്ഷ മർദ്ദത്തിൽ എന്തുവരുന്നു? കുറവ് വരികയും ചെയ്യുന്നു. അപ്പോ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത കൂടുമ്പോഴും ഏതിന്റെ അളവ് കുറയും? അന്തരീക്ഷ മർദ്ദത്തിന്റെ അളവ് കുറയും.
അപ്പൊ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉയരം, താപം, ആർദ്രത. ഈ 3 ഘടകങ്ങൾ കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയും. കാരണം ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. വായുവിന്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ അന്തരീക്ഷ മർദ്ദവും കുറയും. ആ കുറയുന്ന നിരക്ക് ചോദിച്ചാൽ പറയും ഓരോ 10 മീറ്റർ ഉയരം കൂടുമ്പോൾ 1 മില്ലി ബാർ വീതം ഏത് കുറയുന്നു? അന്തരീക്ഷ മർദ്ദം കുറയും. രണ്ടാമത് ടെമ്പറേച്ചർ അഥവാ താപം. ചൂട് കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ചോദിച്ചാൽ പറയും ചൂട് പിടിക്കുമ്പോൾ വായു തന്മാത്രകൾ എയർ മോളിക്യൂൾസ് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പോൾ എല്ലാം മുകളിലോട്ട് പോകും. റൈസ് അപ്പ് അല്ലെങ്കിൽ അസെന്റ് അല്ലെ, ഉള്ള വായു എല്ലാം ചൂട് പിടിച്ച് മുകളിലോട്ട് പോയി. ഇപ്പൊ അവിടെ ഭാരം ചെലുത്താൻ വായുവില്ല. അതുകൊണ്ട് തന്നെ അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദവും കുറവായിരിക്കും. മൂന്നാമത് ഹ്യൂമിഡിറ്റി. അന്തരീക്ഷമായുള്ള ജലാംശത്തിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓർമ്മിച്ചു ചെയ്യണം, നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അപ്പൊ ഒരു നിശ്ചിത പ്രദേശത്തുള്ള വായുവിലേക്ക് ധാരാളമായിട്ട് ഏത് വരുന്നു? നീരാവി വരുന്നു അല്ലെ. അവിടെയുള്ള വായുവിനെ തള്ളി മാറ്റിക്കൊണ്ടാണ് ഈ നീരാവി വരുന്നത്. അപ്പൊ അവിടെയുള്ള വായുവെല്ലാം തള്ളി മാറ്റപ്പെട്ടു അല്ലെ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവിടെ വായുവിന്റെ അളവിൽ കുറവുണ്ടായി. അവിടെ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദവും കുറയുന്നു. അപ്പൊ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. ഈ 3 ഘടകങ്ങളും കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? 2 ക്വസ്റ്റ്യനാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ ക്വസ്റ്റ്യനുകൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം പഠിച്ചത് എന്താണ് അന്തരീക്ഷ മർദ്ദം, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്, ശരാശരി സമുദ്രനിരപ്പിലുള്ള ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് എത്രയാണ്? രണ്ടാമത് പഠിച്ച ക്വസ്റ്റ്യൻ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത്. ഒന്ന് ഉയരമാണ്, ആൾട്ടിറ്റ്യൂഡ്. രണ്ടാമത്തത് താപം അല്ലെങ്കിൽ ടെമ്പറേച്ചർ. മൂന്നാമത്തത് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത. കാര്യം വ്യക്തമായി മനസ്സിലാക്കി പഠിക്കണം. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ചോദിച്ചാൽ പറയണം, ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിന്റെ അളവ് കുറയും. വായു ഉണ്ടെങ്കിൽ ഭാരമുള്ളൂ, ഭാരമുണ്ടെങ്കിൽ അന്തരീക്ഷ മർദ്ദം കൂടും. അപ്പൊ ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിന്റെ അളവ് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. കുറയുന്ന നിരക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ 10 മീറ്റർ ഉയരം കൂടുമ്പോഴും 1 മില്ലി ബാർ വീതമാണ് അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. രണ്ടാമത് പറയുന്നത് താപമാണ്. ചൂട് പിടിക്കുമ്പോൾ വായുവിന്റെ പ്രത്യേകത ഓർമ്മിച്ച് നോക്കിയ ചൂട് പിടിക്കുമ്പോൾ വായു ചൂടായി കഴിഞ്ഞാൽ അടുത്തടുത്തിരിക്കുന്ന വായു തന്മാത്രകൾ അങ്ങോട്ട് വികസിക്കുമ്പോൾ അതിന്റെ സാന്ദ്രത കുറയുകയും സാന്ദ്രത കുറഞ്ഞു കഴിഞ്ഞാൽ വായു നേരെ മുകളിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ചൂട് പിടിക്കുമ്പോൾ വായു വികസിച്ച് മുകളിലേക്ക് പോകുന്നത് കൊണ്ടാണ് അവിടെ അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രതയാണ്. അന്തരീക്ഷ വായുവിലുള്ള ജലാംശത്തിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്ന് പറയുന്നത്. ഓർമ്മിച്ച് വയ്ക്കണം, നീരാവിക്ക് എപ്പോഴും വായുവിനേക്കാൾ ഭാരം കൂടുതലാണ്. അപ്പോൾ നിശ്ചിത വ്യാപ്തം വായുവിലേക്ക് ധാരാളമായിട്ട് നീരാവി വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള വായുവിനെ തള്ളി മാറ്റിക്കൊണ്ടായിരിക്കും നീരാവി പോകുന്നത്. അവിടെയുള്ള വായുവിന്റെ അളവിൽ കുറവ് വരുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അപ്പോൾ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി ഉയരം, താപം, ആർദ്രത. 2 ക്വസ്റ്റ്യനുകളായി.